ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ ഒരു ട്രഡീഷണൽ ഐറ്റമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി. കപ്പ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ആയിരിക്കും അല്ലേ. അതായത് ബീഫ് വെച്ചിട്ട്, അതായത് ബീഫിന്റെ ബോൺ പീസോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ പേത്രത്തെയാണ് ഇനി വരുന്നത്. അപ്പം നോമ്പ് പിടിക്കുന്നതിന് മുന്നേ, പിന്നെ നോമ്പൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ക്രിസ്ത്യൻ വീടുകളിൽ ഇത് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ കല്യാണത്തിൻ്റെ ഒക്കെ തലേ ദിവസവും നമ്മളിങ്ങനെ കപ്പ ബിരിയാണി ചെയ്യാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നല്ല നാടൻ രീതിയിൽ പണ്ട് അമ്മച്ചിയൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന അതേ രുചിയിലാണ് ഞാനിന്ന്. രുചി അത്രത്തോളം വരുമെന്നൊന്നും അറിയത്തില്ല. അമ്മമാര് ചെയ്യുമ്പം അതിനൊരു വേറെ കൈപ്പുണ്യവും കൂടെ ചേർത്തിട്ടാണല്ലോ. ഇതിപ്പോ എന്റെ പുണ്യത്തില് ഞാൻ ചെയ്തൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതായത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കപ്പ ബിരിയാണി. അത് എങ്ങനെയാ നമ്മൾ കഴിക്കാന്ന് വെച്ചാല്, നല്ല വാഴ ഇലയില് നല്ല ചൂടോടുകൂടി വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് ഒക്കെ കിട്ടുക. പിന്നെ ഇതിനുണ്ടല്ലോ ഉള്ളി സലാഡ് നിർബന്ധമാണ് എല്ലാവർക്കും. അതും കൂടെ ഉണ്ടെങ്കിലേ ഈ കപ്പ ബിരിയാണി ഒന്ന് കാര്യമായിട്ട് ഇറങ്ങിപ്പോകത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ചെയ്യാന്ന് കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ ഇതുപോലെ കപ്പയും ഉള്ളിയും ഒക്കെ കൂട്ടി കഴിച്ചു നോക്കുക. വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ബീഫ് ഇവിടെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് എല്ലോട് കൂടിയ ബീഫാണ് വേണ്ടത് നമുക്ക്. അതാണ് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. കുക്കറിലിട്ട് ബീഫ് വേവിക്കണം. അതിനു മുമ്പേ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. വലിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ബീഫിന്റെ പീസ് ഇച്ചിരി വലിപ്പമുള്ളതായിരിക്കണം. നമ്മൾ കറി പീസ് പോലെ ആയിരിക്കരുത്. എല്ലോട് കൂടിയുള്ള പീസാന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതിനായി എല്ലിലെ നെയ്യൊക്കെ ഇറങ്ങുമ്പോഴാണ് കപ്പ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇനി ഇതിനകത്തേക്ക് ഇത് വേവാൻ ആവശ്യത്തിന് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂടാതെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളെല്ലാം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും ഗരം മസാലയും. ഇത്രയാണ് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാലേ നമ്മുടെ അതിന് ശേഷമേ കുക്കറിലിട്ട് നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ നല്ല കാര്യമായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി. ഇനി കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്യുവാണ് നല്ലത്. കാരണം എല്ലിൻ്റെ എല്ലാ പീസിലും പിടിക്കണം. ഞാനിപ്പോൾ കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ വലിയ എണ്ണയുടെ ചിലവൊന്നും നമുക്ക് ഇതിന് വരുന്നില്ല. ഇപ്പം ഞാൻ ഒഴിച്ച എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം, സ്കിപ്പ് ചെയ്യാൻ കേട്ടോ, ഓയിൽ ഉപയോഗിക്കാത്തവർക്ക്. അതുകൊണ്ട് നിർബന്ധമില്ല. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ആ ഇറച്ചിയിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. അങ്ങനെ തിരുമ്മി കുറച്ച് സമയം വെച്ചതിന് ശേഷം വേണം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ. എന്നാലേ നമ്മുടെ ബീഫിനൊരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇനി ഇത് കുറച്ച് സമയം ഒന്നെങ്കിൽ കുക്കറിൽ കുറച്ച് സമയം വെച്ചിട്ട് വേവിക്കാൻ വെക്കുക, അല്ലെങ്കിൽ തിരുമ്മിയ പാത്രത്തിൽ തന്നെ വയ്ക്കുക. ഇനി ആ കുക്കറിൽ അത് വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. റോസ്റ്റ് ചെയ്ത മസാലയാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. തേങ്ങ വേണം, പെരിഞ്ജീരകം വേണം, വലിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും വേണം. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അതായത് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ്. പെരിഞ്ജീരകം നിർബന്ധമായിട്ടും ഇടണം. അതൊന്ന് പൊട്ടി മൂത്ത് ഒരു നല്ലൊരു
മണമൊക്കെ വരും. ഈ സമയം നമുക്ക് വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വലിയ ബ്രൗണൊന്നും ആകണ്ട, കാരണം ഇനി നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സമയം, ഇതാണ് ഒരു ടൈം കാര്യമായിട്ട് നമുക്ക് വേണ്ടത്. അതാ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടാൽ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചോട്ടിലൊന്നും പിടിക്കത്തില്ല. അല്ല ഇച്ചിരി ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ട്. നോൺ സ്റ്റിക്കിലല്ലാതെ വേറെ പാൻ എടുക്കുന്നെങ്കിൽ കൈ ഒട്ടും വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ചോട്ടി പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഇടയ്ക്കൊന്ന് മാറിപ്പോയാലും കുഴപ്പമില്ല. ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ഈ സമയം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ, കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് സാരമില്ല, നമ്മൾ എന്താന്ന് വെച്ചാൽ പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണല്ലോ. നല്ല റോസ്റ്റായി നല്ല ബ്രൗൺ കളറിൽ വരണം. ബ്രൗൺ കളറിൽ വരണം, എന്നാലേ നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച സമയത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ടാണ് വേവിച്ചത്. നമ്മൾ ഉണക്കമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾ, മല്ലി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയൊക്കെ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആണ് മസാലപ്പൊടികൾ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് പേസ്റ്റ് ആക്കി എടുക്കണം തണുത്തതിന് ശേഷം. കപ്പ ഓൾറെഡി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റി എടുത്ത് വെച്ചാൽ മതി. ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, നമ്മളത് വേവിച്ച് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് സമയം ആയിരുന്നു. അതിനകത്തേക്ക് ആ കപ്പയ്ക്കകത്തേക്ക് ആ ബീഫ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഗ്രേവിയോട് കൂടി ഒഴിക്കുകയാണ് നല്ലത്. ഗ്രേവി കുറവ് തോന്നുവാണെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് സിമ്മിലിട്ട് കുറച്ച് സമയം വെക്കുവാണെങ്കിൽ ആ ബീഫിന്റെ ഗ്രേവിയൊക്കെ കപ്പയിൽ ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ്. ഇതുവരെ അരപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ അരപ്പ് ചേർക്കുന്നതിന് മുന്നേ കപ്പയും ബീഫും കൂടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇരിക്കണം. ഇത് ലോ ഫ്ലെയിമിൽ ആവിയൊക്കെ വന്ന് മസാലയൊക്കെ കപ്പയിലേക്ക് ഒന്ന് പിടിച്ച് ബീഫിന്റെ രുചിയൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ കപ്പ നമുക്ക് വേഗം പൊടിഞ്ഞു കിട്ടും ഇളക്കുന്ന സമയത്ത്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതും ചേർത്ത് കൊടുത്ത്. കപ്പയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ബീഫിനുള്ള ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. ഇനി കപ്പയ്ക്കും ഈ അരപ്പിനും ഒക്കെ കൂടെയുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഇളക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ വീണ്ടും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പൊ ആവിയെല്ലാം വന്നിട്ടുണ്ട്. അരപ്പും ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുവാണ് നല്ലത്, കാരണം എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കണമെങ്കിൽ ഒരു ഇച്ചിരി സമയം ഒന്ന് അങ്ങനെ എടുക്കുവാണ് നല്ലത്. ഹൈ ഫ്ലെയിം ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടി പിടിച്ചു പോകും, കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഈ ഇളക്കുന്ന അനുസരിച്ച് കുറച്ചൊരു ലൂസായിട്ടിരിക്കുന്നതാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ്. അങ്ങനെ ഇളക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.